ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു നാടൻ മൺചട്ടിയിലെ മീൻ കറി ചീരത്തോരനാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ചട്ടിയിലേക്ക് മാങ്ങ, കരിവേപ്പില, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, തക്കാളി, ഉപ്പ്, കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട്, എന്നിട്ട് അതിന് ശേഷം തേങ്ങയും മുളകും മഞ്ഞളും ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം മീനൊക്കെ അതിനകത്തേക്ക് ഇട്ടിട്ട് അരച്ചതിനകത്ത് കലക്കി ഒഴിക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റാണ് നമ്മൾ താളിക്കുന്നത്. ഈ മീൻ കറി മാങ്ങ ഇട്ട് ഈ മീൻ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഒന്നില്ല, വളരെ എളുപ്പമാണ്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ ഇപ്പുറത്തെ ചട്ടിയിൽ ചീര തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചീരയിലേക്ക് എണ്ണ ഒഴിച്ച് സവോള കുനുകുനാക്കി അരിഞ്ഞിട്ട്, അപ്പം ഈ തണ്ട് ചീരയുടെ പോഷകമായ വളരെ പോഷകമുള്ള സാധനമാണ്. അപ്പം അതേപോലെ തന്നെ മീൻ കറി നോക്കിയിട്ട് തിളച്ചിട്ടില്ല. അപ്പം ഞാൻ ആ മീൻ കറി എന്നിട്ട് മെല്ലെ അടച്ച് വെക്കണം. നല്ലോണം തിളക്കിയിട്ട് അത് തിളച്ചിട്ടില്ല അതിനകത്ത് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ പണിയും കൂടെ ഒരുമിച്ച് തീർക്കട്ടെ. ഇത് ഇന്നത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങളാണ്. അപ്പം മീൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലോണം തിളച്ച് ഇനി കുറച്ച് നേരം കൂടി നമ്മൾ ചെറിയ ഫ്ലെയിമിലേക്ക് കൊടുക്കണം. അതിൽ കിടന്നിട്ട് ആ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ചീരത്തോരനിലേക്ക് ഞാൻ ചീരയുടെ ഇതിട്ട് അതിന് ശേഷം തോരൻ്റെ ഇലകളൊക്കെ എടുത്ത് ചീരയുടെ ഇലയ്ക്ക് അതിനകത്തേക്ക് ഇട്ട്, എന്നിട്ട് ഇട്ടതിന് ശേഷം ഞാനതിനകത്തേക്ക് തേങ്ങ ഇടുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ താളിക്കുമ്പോൾ സവോളയും പച്ചമുളകും ഇട്ടിരുന്നു. ഇവിടെ എരിവ് കുറച്ച കുട്ടികൾക്ക് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. എന്നിട്ട് തേങ്ങ അതിനകത്തേക്ക് ചിരണ്ടിയത് ഇട്ടിട്ട് നല്ല കളറില്ല, നല്ല ഭംഗിയില്ലേ കാണാൻ. ചീര വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചീര ഇങ്ങനെ വിട്ട് നിൽക്കണമെങ്കിൽ ആദ്യം നമ്മൾ കഴുകി നല്ലോണം വൃത്തിയാക്കി കുറച്ചേരം വെള്ളം പോകാൻ വെക്കണം. പിന്നീട് കറിയിലേക്ക് താളിക്കാൻ വെച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി കറിയിലേക്ക് താളിച്ചൊഴിച്ചു കേട്ടോ. ഇതാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.